Dear friends, Assalamu alaikum warahmatullahi wabarakatuh. I am Dr. Jafar Ali Alichats. Alhamdulillah, wassalatu wassalamu ala ashrafil mukhlifin wa ala alihi wa sahbihi ajma'in. Amma ba'd. A'udhu billahi minash shaitanir rajim. Bismillahir rahmanir rahim. Wa ma tawfiqi illa billahi alayhi tawakkaltu wa ilayhi unib. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ ഡൽഹി സുൽത്താനത്തിൻ്റെ ചരിത്രം തുടങ്ങിയിരിക്കുന്നു. മുഹമ്മദ് ഘോറി ഇന്ത്യയിലേക്ക് കടന്നു വരികയും ഇന്ത്യയുടെ രാഷ്ട്രീയ സംവിധാനങ്ങളിൽ കൃത്യമായി പദ്ധതികളോടുകൂടെ ഇടപെടുകയും അദ്ദേഹത്തിൻ്റെ ഇന്ത്യയുടെ പ്രതിനിധിയായിക്കൊണ്ട് കുത്തുബുദ്ദീൻ ഐബക്കിനെ നിയമിച്ചുകൊണ്ട് തിരിച്ച് തൻ്റെ തലസ്ഥാന നഗരിയിലേക്ക് മടങ്ങിപ്പോകുന്നു. കുത്തുബുദ്ദീൻ ഐബക്ക് കൃത്യമായിട്ട് ലാഹോറിനെ ആസ്ഥാനമാക്കിക്കൊണ്ട് ഒരു ഭരണ സംവിധാനത്തിന് ഇന്ത്യയിൽ തുടക്കം കുറിക്കുകയും പ്രാപ്തനായ ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ ഇന്ത്യയിലെ ഭരണ സംവിധാനത്തിന് ശക്തി പകരുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. കുത്തുബുദ്ദീൻ ഐബക്കിന് ശേഷം പിന്നീട് അടിമവംശത്തിലെ മറ്റൊരു ഭരണാധികാരിയായിട്ടുള്ള ഇൽതുത്മിഷ് അധികാരമേറ്റെടുക്കുകയും ദ റിയൽ ഫൗണ്ടർ ഓഫ് ദി ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുന്ന രീതിയിൽ ഡൽഹി ഭരണകൂടത്തെ കൂടുതൽ കരുത്തുറ്റതാക്കാൻ അദ്ദേഹം പരിശ്രമിക്കുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിന്റെ പിൻഗാമികളാണ് പിന്നീട് ഈ അടിമവംശത്തിന്റെ അധികാരത്തിലേക്ക് കടന്നു വരുന്നത്. ഇൽതുത്മിഷിന്റെ പിൻഗാമിയായിട്ട് 1236 അദ്ദേഹത്തിന്റെ മക്കളെ നോമിനേറ്റ് ചെയ്യാൻ ഒരു പരിശ്രമം ഉണ്ടാകുന്നു. എന്നാൽ പ്രാപ്തരായ പുത്രന്മാർ അദ്ദേഹത്തിന് എണ്ണം കൊണ്ടുണ്ടെങ്കിലും കഴിവുകൊണ്ട് തൻ്റെ പുത്രിയായിട്ടുള്ള റസിയയെയാണ് അദ്ദേഹം തൻ്റെ പിൻഗാമിയായി പ്രഖ്യാപിക്കുന്നത്. Iltutmish had many sons, but all of them were incompetent. He appointed his daughter Razia as his successor. സ്വാഭാവികമായിട്ടും ഒരു രാജകുമാരിയെ അധികാരത്തിലേക്ക് ഒരു മുസ്ലിം ഭരണാധികാരി നോമിനേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളും അവിടെ ഉയർന്നു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. In spite of the order of Iltutmish, the nobles put Rukunuddin, the eldest son of and the governor of Badaun and Lahore, on the throne, but he was utterly failed or worthless. ഇൽതുത്മിഷിന്റെ ആ ഒരു താല്പര്യത്തെ പൂർത്തീകരിക്കാനല്ല യഥാർത്ഥത്തിൽ കോർട്ടിലുണ്ടായിരുന്ന നോബിൾസ് ശ്രമിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതിലേറ്റവും പ്രധാനമായിട്ട് ശരീഅത്ത് വിധിക്കെതിരെയുള്ള ഒരു തീരുമാനമല്ല. അതിലേറ്റവും പ്രധാനമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഇസ്ലാമിക ശരീഅത്തിന്റെ വിധിക്കനുസരിച്ച് കൊണ്ടുള്ള ഒരു തീരുമാനമല്ല ഇൽതുത്മിഷ് എടുക്കുന്നത്. അദ്ദേഹം ഒരു രാഷ്ട്രീയ തീരുമാനമാണ് എടുക്കുന്നത്. സ്വാഭാവികമായിട്ടും തുർക്കി നോബിൾസിനിടയിൽ വലിയ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നു. എങ്ങനെയാണ് ഒരു സ്ത്രീയുടെ മുന്നിൽ രാജാധികാരം മാനിച്ചുകൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയ സ്വാധീനത്തെ അടിയറ വെക്കുക എന്നുള്ള ചർച്ചകൾ ശക്തമായിട്ട് കൊട്ടാരത്തിൽ ഉയരുന്നു. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇൽതുത്മിഷിന്റെ ആൺമക്കളിൽ വലിയവനായിട്ടുള്ള റുക്നുദ്ദീനെ അവരെ അധികാരത്തിലേക്ക് കൊണ്ടുവരുന്നു. യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പരിജ്ഞാനം എന്താണ് എന്ന് ചോദിച്ചാൽ ബദാമിലും ലാഹോറിലുമൊക്കെ ഗവർണർഷിപ്പ് അദ്ദേഹത്തിന്റെ കൈകളിലായിരുന്നു എന്ന് നമുക്ക് പറയാമെങ്കിലും ഈ നോബിൾസിന്റെ താല്പര്യത്തിനനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കളിപ്പാവയായി പോലും ഒരു ഭരണാധികാരിയായി അവരോധിക്കാൻ പ്രാപ്തനായിരുന്നില്ല റുക്നുദ്ദീൻ എന്ന് പിന്നീട് ചരിത്രം നമുക്ക് കാണിച്ചു തരുന്നു എന്നുള്ളതാണ്.
അദ്ദേഹത്തിൻ്റെ അധികാരത്തിലേക്ക് എടുത്തുയർത്തിയത് നോബിൾസ് ആണെങ്കിൽ പോലും പിന്നീട് അധികാരം കൈയാളുന്നത് അദ്ദേഹത്തിൻ്റെ മാതാവായിട്ടുള്ള ഷാ തുർഖാനാണ്. എന്നാൽ അവർ വളരെ അംബീഷ്യസ് ആയിട്ടുള്ള ഒരു ലേഡി ആയിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ബാക്കി ഓഫീസേഴ്സിനോടൊക്കെ വലിയ രീതിയിലുള്ള ഒരു പ്രതികാര മനോഭാവം സൂക്ഷിച്ചുകൊണ്ട് പലപ്പോഴും ഇൽതുത്മിഷിൻ്റെ മറ്റു മക്കൾക്ക് ഹാനികരമായിട്ടുള്ള ചില തീരുമാനങ്ങളാണ് അവരെടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇങ്ങനെ നിരന്തരമായിട്ടുള്ള അവരുടെ ചില പ്രവർത്തികൾ പിന്നീട് ഈ നോബൽസിനിടയിൽ വലിയ രീതിയിലുള്ള ഒരു വിരോധം വളർത്തിക്കൊണ്ടുവരുന്നു. അതോടുകൂടെ വലിയ രഹസ്യ ഗൂഢാലോചനകൾ ഇവർക്കെതിരെ നടക്കുകയും ആ ഗൂഢാലോചനകൾ പ്രകാരം അവരെ വധിക്കാനുള്ള തീരുമാനത്തിൽ നോബൽസ് ഒരുമിച്ച് നിൽക്കുകയും നമുക്ക് കാണുന്നതാണ്. അങ്ങനെ മാതാവിനെ സംരക്ഷിക്കാൻ വേണ്ടി റുക്നുദ്ദീൻ എത്തുന്നതോടുകൂടെ 2 പേരെയും തങ്ങളുടെ താല്പര്യത്തിന് വിഘാതമായി നിൽക്കുന്ന 2 പേരെയും അവസാനിപ്പിച്ചുകൊണ്ട് ഡൽഹിയുടെ അധികാര സ്ഥാനം തിരിച്ചു പിടിക്കുകയാണ് നോബൽസ് ചെയ്യുന്നത്. വെറും 6 മാസത്തെ ചെറിയൊരു കാലാവധിക്കകത്താണ് ഇത്തരം വലിയ ഒരു രാഷ്ട്രീയ മാറ്റം ഇൽതുത്മിഷിന്റെ പിൻഗാമിയെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഡൽഹിയിലെ അധികാര കേന്ദ്രങ്ങളിൽ സംഭവിച്ചത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. അതിനുശേഷമാണ് പിന്നീട് തൻ്റെ പിതാവിൻ്റെ താല്പര്യപ്രകാരം 1236 ദ മിലിറ്ററി ട്രെയിൻഡ് ഡോട്ടർ ഓഫ് ഇൽതുത്മിഷ് റസിയ സുൽത്താന ഡൽഹിയിലെ അധികാര കസേരയിലേക്ക് കടന്നു വരുന്നത്. സ്വാഭാവികമായിട്ട് നമുക്കറിയാവുന്ന പോലെ തന്നെയാണ്, നാം നേരത്തെ പറഞ്ഞു, അവർ അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം പരിശ്രമമാണോ ഈ കൊട്ടാര നോബിൾസ് ചെയ്തത്, ആ പരിശ്രമങ്ങളുടെ പിന്തുടർച്ച തന്നെയാണ് പിന്നീടുള്ള അവരുടെ 4 വർഷത്തെ ഭരണ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ദ ത്രോൺ വാസ് നോട്ട് എ ബെഡ് ഓഫ് റോസസ് എന്നാണ് ചരിത്രം അതിനെ വിശേഷിപ്പിച്ചത്. അധികാരം ഒരിക്കലും ഒരു പൂവിരിച്ച പരവതാനിയല്ല, അതല്ലെങ്കിൽ ഒരു റോസ് മെത്തയല്ല എന്നുള്ള ഒരു രീതിയിലാണ് പിന്നീട് കാര്യങ്ങൾ പോകുന്നത്. ഈ രാഷ്ട്രീയപരമായിട്ടുള്ള അനിശ്ചിതത്വം, രാഷ്ട്രീയപരമായിട്ടുള്ള പ്രതിസന്ധികളെ മറികടന്നുകൊണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ, ലോക ചരിത്രത്തിൽ ഒരു മുസ്ലിം വനിത ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ തലവത്ത് വരുന്നത് റസിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ദ ഫസ്റ്റ് വുമൺ എംപ്രസ് ഇൻ ഇസ്ലാമിക് ഹിസ്റ്ററി. By that time, the Chagaiskhania had become very dominant. That's why she held the power only for 3.5 years. 3.5 വർഷത്തെ അവരുടെ ഭരണത്തിൽ നിരന്തരമായിട്ട് നോബിൾസ് ഇടപെടുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നതോടുകൂടെ ആ ഭരണം അവസാനിക്കുന്നു 1240 എന്ന് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. The governors of Multan, Hasni, ബദാഊൻ, ലാഹോർ ഓപ്പൺലി റിവോൾട്ട് അഗെയിൻസ്റ്റ് റസിയ. അധികാരത്തിലേക്ക് അവർ വരുന്നതോടുകൂടെ അവരെ നേരിടാൻ വേണ്ടിയിട്ടാണ് തൻ്റെ പിതാവിൻ്റെ കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട ഗവർണർഷിപ്പിൽ എത്തിയിരുന്ന ആളുകളൊക്കെ ശ്രമിച്ചിരുന്നത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. And also the Wazir Muhammad Junaid and some other nobles refused to recognize Razia as their empress. ഇവിടെ ഇൽതുത്മിഷിന്റെ കാലഘട്ടത്തിൽ മന്ത്രിയായി തൻ്റെ പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്ന ജുനൈദ് പോലും ഇവരെ താല്പര്യത്തോടു കൂടെയല്ല കാണുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇത് യഥാർത്ഥത്തിൽ വലിയ രീതിയിലുള്ള പ്രയാസങ്ങളാണ് പിന്നീട് ഡൽഹിയിലെ ഭരണ സ്ഥാപനങ്ങളിൽ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് പല രീതിയിലുള്ള കലാപങ്ങൾ ഡൽഹിയുടെ പല മേഖലകളിൽ ഉയർന്നു വരുന്നു. നൂറുദ്ദീൻ എന്ന് പറയുന്ന ഒരു യാഥാസ്ഥിക നേതാവ്, ഒരു ഓർത്തഡോക്സ് ലീഡർ, entered into Jama Masjid of Delhi and tried to raise the revolt against Razia.
റസിയക്കെതിരെ ഒരു റിവോൾട്ട് ഉണ്ടാക്കാനുള്ള പരിശ്രമം, പ്രത്യേകിച്ച് നാം നേരത്തെ പറഞ്ഞ ശരിയത്ത് നിയമത്തിനനുസരിച്ച് കൊണ്ട് ഒരു സ്ത്രീ എങ്ങനെയാണ് ഭരണാധികാരത്തിലേക്ക് വരിക എന്നുള്ള ഒരു ചോദ്യം ഉന്നയിച്ചുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള ഒരു വിപ്ലവത്തിന് ശ്രമം ഡൽഹിയിൽ തന്നെ നടക്കുന്നു എന്നുള്ളതാണ്. ദെൻ റസിയ സെൻഡ് ഫോഴ്സ് ആൻഡ് ക്രഷ് ദ റിവോൾട്ട്. എന്നാൽ അത് മുളയിൽ നുള്ളിക്കളയുകയാണ് റസിയ ചെയ്യുന്നത്. ആഫ്റ്റർ ദാറ്റ് ഷി ബിഗാൻ ടു ഷോ undue favor to ജമാലുദ്ദീൻ യാക്കൂത്ത്. ഒരു സ്ത്രീ എന്നുള്ള പരിമിതിക്ക് അകത്ത് നിന്നുകൊണ്ട് തൻ്റെ ഭരണത്തിൽ പ്രതിസന്ധി നേരിട്ടപ്പോൾ ജമാലുദ്ദീൻ യാക്കൂത്ത് എന്ന് പറയുന്ന അബിസീനിയൻ സ്ലേവിനെ തൻ്റെ ഭരണാധികാരത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തുകയാണ് അവർ ചെയ്യുന്നത്. വാസ് റൈസ്ഡ് ടു ദ പോസ്റ്റ് ഓഫ് അമീർ ഉമറ. അമീറുൽ ഉമറ പോസ്റ്റിലേക്ക് യാക്കൂത്തിനെ കൊണ്ടുവരുന്നു. സ്വാഭാവികമായിട്ടും അത് ഡൽഹി ഭരണ ചരിത്രത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട വഴിത്തിരിവായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. തുർക്കികളും അഫ്ഗാനികളും അടക്കി വാണിരുന്ന ഡൽഹിയിലെ കൊട്ടാരങ്ങൾ പെട്ടെന്നാണ് ഒരു അബിസീനിയൻ, ഒരു എത്യോപ്യൻ അടിമ കയറി വരികയും ഭരണാധികാരിയായ റസിയയെ തൻ്റെ സ്വാധീനത്തിന് കീഴിലേക്ക് മാറ്റുന്നതും നമുക്ക് കാണാൻ പറ്റുന്നതാണ്. സോ of course the nobles became jealous. സ്വാഭാവികമായിട്ടും ഈ നോബിൾസ് ഇവരോട് വലിയ രീതിയിലുള്ള അസൂയാലുക്കളാവുന്നു. then they turn against യാക്കൂത്ത് ആൻഡ് റസിയ. റസിയക്കും യാക്കൂത്തിനുമെതിരെ അവർ തിരിയുന്നു എന്നുള്ളതാണ്. there were simultaneous revolt in many places also. ഈ ഒരു പ്രശ്നം മാത്രമല്ല, റസിയക്കെതിരെയുള്ള പോരാട്ടങ്ങളും വിപ്ലവങ്ങളും കലാപങ്ങളും പിന്നീട് ശക്തിയായി പല ഭാഗങ്ങളിൽ വരുന്നു എന്നുള്ളതാണ്. ലാഹോറിൽ വാസ് ദി ഫസ്റ്റ് ബട്ട് വാസ് ഡിഫീറ്റഡ്. ഇതിൻ്റെ ഭാഗമായിട്ട് ലാഹോറിൽ വലിയ രീതിയിലുള്ള ചില പ്രയാസങ്ങൾ ഉയർന്നു വരികയും അതിനെ അവർ നേരിടുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ കാണാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു മാലിക് ഇഖ്തിയാറുദ്ദീൻ അൽതുനിയ എന്ന് പറയുന്ന ബാത്തിന്ദായിലെ ഗവർണർ. റസിയ സുൽത്താനെ അംഗീകരിക്കാൻ താല്പര്യം കാണിക്കുന്നില്ല. വിത്ത് യാക്കൂത്ത് റസിയ മാർച്ച്ഡ് അഗെയിൻസ്റ്റ് അൽതുനിയ. അങ്ങനെ യാക്കൂത്തിനെയും കൂട്ടിയിട്ട് അൽതുനിയയെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് റസിയ തൻ്റെ സൈന്യവുമായിട്ട് ബാത്തിന്ദായിലേക്ക് തിരിക്കുന്നു. എന്നാൽ ഓൺ ദ വേ യാക്കൂത്ത് വാസ് മർഡേഡ് ബൈ ദി ടർക്കിഷ് ഫോളോവേഴ്സ് ഓഫ് അൽതുനിയ. അൽതുനിയയുടെ നിർദ്ദേശപ്രകാരം തുർക്കി അടിമ വംശത്തിൽപ്പെട്ട ആളുകൾ ഈ എത്യോപ്യൻ അൽബേനിയൻ അടിമയെ പരാജയപ്പെടുത്തുന്നത് നമുക്ക് കാണുന്നു. അദ്ദേഹത്തെ വധിക്കുന്നതാണ് പിന്നീട് ചരിത്രം നമുക്ക് കാണിച്ചു തരുന്നത്. ഇതെന്റെ ഇംപ്രിസൺ റസിയ. അങ്ങനെ സുൽത്താന റസിയയെ അവർ ജയിലിലടക്കുന്നു. ഈ ഒരു സംഭവത്തോടു കൂടെ ബഹ്റാൻ ഖാൻ എന്ന് പറയുന്ന തൻ്റെ സഹോദരൻ പ്രൊക്ലൈംഡ് ദി സുൽത്താനേറ്റ് ഇൻ ഡൽഹി. ഭരണാധികാരിയായിട്ടുള്ള തൻ്റെ സഹോദരി അറസ്റ്റ് ചെയ്യപ്പെടുകയും ജയിലടക്കപ്പെടുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നീട് ഡൽഹിയുടെ അധികാരം കൈയാളുന്നത് ബഹ്റാൻ ഖാൻ്റെ എന്ന് പറയുന്നത് അവരുടെ സഹോദരൻ തന്നെയാണ്. പിന്നീട് ചരിത്രത്തിലെ ചെറിയ ഒരു ട്വിസ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നത് അൽതുനിയയും റസിയയും തമ്മിലുള്ള വൈവാഹിക ജീവിതവും. അങ്ങനെ ഒരു കമ്പൈൻ ആർമി അവർ രൂപപ്പെടുത്തിക്കൊണ്ട് അവർ ഡൽഹിയിലെ തൻ്റെ അധികാരം പിടിച്ചടക്കുന്നതിന് വേണ്ടിയിട്ട് ചുരുങ്ങിയ മാസത്തിനിടക്ക് തിരിച്ച് ഇങ്ങോട്ട് തന്നെ പോരുന്നത് നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെ 1240 ഒക്ടോബർ 13 കൈതാൽ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് അവരെത്തിപ്പെടുകയും അവിടെ നിന്ന് അൽതുനിയയുടെ പ്രധാനപ്പെട്ട ഒരു സൈനിക വിഭാഗം പിന്മാറിക്കൊണ്ട് റസിയയെയും അൽതുനിയയെയും ഒറ്റപ്പെടുത്തിക്കൊണ്ട് സൈന്യത്തിൻ്റെ ശക്തി യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ക്ഷയിപ്പിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ ബഹ്റാൻ ഖാന്റെ സൈന്യത്തിന് റസിയയെയും അതേപോലെ തന്നെ അൽതുനിയയെയും പിടിക്കുവാനും അവരെ വധിക്കുവാനും സാധിക്കുന്നതോടുകൂടെ 4 വർഷത്തെ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ ഇന്ത്യയുടെ രാഷ്ട്രീയ അധികാരങ്ങളിൽ ഒരു വനിത അല്ലെങ്കിൽ ഒരു സ്ത്രീ
സുൽത്താന വന്നു എന്നുള്ളത് നമ്മൾ കാണാവുന്നതാണ്. ഇതാണ് ഡൽഹിയുടെ ഒരു ചരിത്രം എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത്. എന്നാൽ അവന് ശേഷം പിന്നീട് റസിയക്ക് പിൻഗാമിയായിട്ട് 1240 ബഹ്റാം ഷാ അധികാരത്തിൽ വരുന്നു. ഏകദേശം 2 വർഷത്തോളം ബഹ്റാം ഷായുടെ ഭരണകാലഘട്ടമാണ്. ഇൽതുത്മിഷിന്റെ മകനാണ് എന്ന് നമ്മൾ പറയുകയുണ്ടായി. എന്നാൽ തുർക്കി നോബിൾസിന് പരിപൂർണമായിട്ട് തൻ്റെ അധികാരത്തെ വിട്ടുകൊടുക്കുന്ന വെറും ഒരു കളിപ്പാവ മാത്രമായിരുന്നു അധികാരത്തിൽ ബഹ്റാം ഷാ എന്ന് പിന്നീട് ചരിത്രം നമുക്ക് കാണിച്ചു തരുന്നു എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട പോസ്റ്റുകളൊക്കെ വലിയ രീതിയിൽ ഈ ആളുകൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് തൻ്റെ അധികാരത്തിൽ ഒതുങ്ങി നിൽക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. അതോടുകൂടെ സ്വാഭാവികമായിട്ടും ശക്തമായിട്ടുണ്ടായിരുന്ന ഡൽഹി ഭരണകൂടത്തിൻ്റെ ആ ഒരു പ്രാപ്തി നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ നോബിൾസിന്റെ ഭരണഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടുള്ള 2 വർഷങ്ങളാണ് നമുക്ക് ബഹ്റാം ഷായുടെ കാലഘട്ടത്തിൽ കാണാൻ സാധിക്കുന്നത്. ഇടയ്ക്കൊന്ന് അദ്ദേഹം ഈ നോബിൾസിനെ അടിച്ചമർത്തിക്കൊണ്ട് ശക്തമായിട്ട് തിരിച്ചു വരുന്നുണ്ടെങ്കിൽ പോലും പിന്നീട് 1242 അദ്ദേഹത്തിനെതിരെയുള്ള വിപ്ലവങ്ങൾ ഡൽഹിയിൽ അരങ്ങേറുകയും അതുപ്രകാരം അദ്ദേഹത്തിന് തൻ്റെ ശക്തി ക്ഷയിച്ച് അധികാരം വിട്ടൊഴിഞ്ഞ് അല്ലെങ്കിൽ കാലഘട്ടം അവസാനിപ്പിച്ച് പോകുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്നത് അദ്ദേഹത്തിന് പിൻഗാമിയായിട്ട് ഇൽതുത്മിഷിനെ തന്നെ പേരക്കുട്ടിയായിട്ടുള്ള ഗ്രാൻഡ് സൺ ആയിട്ടുള്ള അലാവുദ്ദീൻ മസൂദിനെയാണ്. 1242 മുതൽ 46 വരേക്ക് ഭരണം നടത്തുന്നത് അലാവുദ്ദീൻ മസൂദ് ആണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഈ കാലഘട്ടത്തിലും ഉയർന്നു വരുന്നു എന്നുള്ളതാണ്. ബംഗാള് അതിശക്തമായിട്ടുള്ള ഒരു സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിച്ചുകൊണ്ട് തുഗാർ ഖാന് വിപ്ലവം സൃഷ്ടിക്കുന്നു. 1245 മംഗോളിയൻസ് കൂടുതൽ ശക്തിയോടുകൂടെ ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നു. പക്ഷെ പിന്നീട് അവർ 1245 തന്നെ ആ ഒരു മുന്നേറ്റത്തെ അവസാനിപ്പിച്ചുകൊണ്ട് മടങ്ങുന്നു നമുക്ക് കാണാൻ സാധിക്കുന്നു. അങ്ങനെ മസൂദിനെ അദ്ദേഹത്തിന്റെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കിക്കൊണ്ട് നസറുദ്ദീൻ മുഹമ്മദ് അധികാരത്തിലേക്ക് വരുന്ന 1246. 1246 മുതൽക്ക് 1266 വരേക്ക് ഏകദേശം 2 പതിറ്റാണ്ട് കാലം നസറുദ്ദീന്റെ ഭരണകാലഘട്ടം തന്നെയാണ്. എന്നാൽ 20 വർഷത്തോളം എങ്ങനെയാണ് നസറുദ്ദീൻ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഭരണം നിലനിർത്തിയത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം തൻ്റെ ചഹിസ്ഖാൻ വിഭാഗത്തിലെ പ്രധാനിയായിട്ടുള്ള ബാൽബൻ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭരണത്തെ നിയന്ത്രിച്ചത് കൊണ്ട് മാത്രമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ രീതിയിലാണ് ഒരു രാഷ്ട്രീയ മാറ്റങ്ങൾ ഡൽഹിയിൽ മാറി മറിയുന്നത് റസിയക്ക് ശേഷമുള്ള ഒരു കാലഘട്ടം എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ 1266 നമ്മളുടെ സ്ലൈഡിനകത്ത് 1246 എന്നുള്ളതാണ്, ഒന്ന് ശ്രദ്ധിക്കുക. 1266 അദ്ദേഹം ഡൽഹിയുടെ ഭരണം ഏറ്റെടുക്കുന്നു. അതല്ലെങ്കിൽ നസറുദ്ദീൻ മഹ്മൂദിനെ താഴെ ഇറക്കിക്കൊണ്ട് അധികാരം അദ്ദേഹം പിടിച്ചെടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഇമാദുദ്ദീൻ റൈഹാൻ എന്ന് പറയുന്ന ഒരു നോവൽ ഇതിനിടയ്ക്ക് ബാൽബനെ തരം താഴ്ത്തിക്കൊണ്ട് മഹ്മൂദിന്റെ അനുയായിയായിട്ട് വളർന്നു വരുന്നതും പിന്നീട് അദ്ദേഹത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് ബാൽബൻ ആ ഒരു പൊസിഷനിലേക്ക് തിരിച്ചു വരുന്നതും ഒക്കെ ഇതിൻ്റെ ഒരു രാഷ്ട്രീയ മാറ്റങ്ങളായിട്ട് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. എനിവേ ദി ഒറിജിനൽ നെയിം ഓഫ് ബാൽബൻ ഈസ് ബഹാവുദ്ദീൻ. ബഹാവുദ്ദീൻ എന്ന പേരാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം. ഓഫ് കോഴ്സ് he was an Ilbari tribe, from the Ilbari tribe. ഇൽബാരി കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ വംശത്തിൽ നിന്നുള്ള ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹം. The Mongols captured him and sold ഹോജ ജമാലുദ്ദീൻ ഓഫ് ബസ്ര. മംഗോളിയന്മാരാണ് അദ്ദേഹത്തെ
അടിമയാക്കി നിർത്തുന്നതും പിന്നീട് ബസ്രയിലെ ഹോജ ജമാലുദ്ദീന് അദ്ദേഹത്തെ കൈമാറ്റം ചെയ്യപ്പെടുന്നതും. Then Balban brought to Delhi in 1232 AD and purchased by Iltutmish. 1232 അദ്ദേഹം ഡൽഹിയിലേക്ക് കൊണ്ടുവരപ്പെടുകയും അവിടെ നിന്ന് പിന്നീട് ഇൽതുത്മിഷ് അദ്ദേഹത്തെ തൻ്റെ അടിമയായിട്ട് വാങ്ങിക്കുകയും ചെയ്യുന്നതോടുകൂടെ ബാൽബന്റെ ജീവിതത്തിലെ മറ്റൊരു കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. Then later he belonged to the Chahalgans. പിന്നീട് അദ്ദേഹം ഈ 40 എന്ന് പറയുന്ന ഡൽഹി സുൽത്താൻമാരുടെ പ്രധാനപ്പെട്ട നോബിൾ തസ്തികകളിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ബോഡിയിലേക്ക് ഉയർത്തപ്പെടുന്നു എന്നുള്ളതും. By his efforts he became the Amir al-Shikar, the lord of the hunt in the period of Razia. റസിയ സുൽത്താനയുടെ കാലഘട്ടത്തിൽ തൻ്റെ അമീർ ഷിഖാറായിട്ട് ബാൽബനെ ഉയർത്തിക്കൊണ്ടുവരുന്നു. പിന്നീട് അതിനുശേഷം നമുക്ക് കാണാൻ പറ്റുന്നതാണ് ബഹ്റാം ഷായുടെ കാലഘട്ടത്തിൽ ബഹ്റാം ഷാ വാസ് ഗിവൺ ദി ജാഗിർ ഓഫ് റവാരി ഇൻ പഞ്ചാബ്. റവാരിയുടെ അധികാരം അദ്ദേഹത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് പഞ്ചാബിൽ ഒരു സ്വതന്ത്ര ഭരണ സംവിധാനത്തിന് അല്ലെങ്കിൽ തൻ്റെ കീഴിലുള്ള ഒരു ഗവർണർ സംവിധാനത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരുന്നു, ഒരു പ്രഭു സംവിധാനത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരുന്നു, ഉദ്യോഗസ്ഥനായി അധികാരം നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അധികാരത്തിലേറിയ ആ ഘട്ടത്തിന് മുമ്പ് തന്നെ അദ്ദേഹം സൈനിക ഉദ്യോഗസ്ഥനായിട്ട് വലിയ രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെച്ചത് നമുക്ക് കാണാൻ സാധിക്കുന്നു. 1246 മംഗോളിയൻസിനെ പരാജയപ്പെടുത്തുന്നത് ബാൽബന്റെ നേതൃത്വത്തിലുള്ള സൈനിക വിഭാഗമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. അങ്ങനെ 1249 ബാൽബൻ വാസ് അപ്പോയിന്റഡ് നായിബി മമാലിക്, വലിയ പദവിയിലേക്ക്, മന്ത്രി പദത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരുന്നു 1249. പിന്നീട് 1253 നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇമാദുദ്ദീൻ റൈഹാൻ എന്ന് പറയുന്ന മറ്റൊരു നോബലിന്റെ ശക്തമായിട്ടുള്ള ഇടപെടലിൽ നിന്ന് അല്പകാലം രാഷ്ട്രീയപരമായിട്ട് മാറി നിൽക്കേണ്ടി വരുന്നു ബാൽബന് എന്നുള്ളതാണ്. എന്നാൽ 1254 തന്നെ റൈഹാൻ അധികാരത്തിൽ നിന്ന് തടയിറക്കിക്കൊണ്ട് ബാൽബന് തിരിച്ച് ആ പോസ്റ്റിലേക്ക് റീഅപ്പോയിന്റ് ചെയ്യപ്പെടുന്നു എന്ന് നമുക്ക് കാണാവുന്നതാണ്. After the restoration of his power, Balban continued the policy of consolidation his authority in Delhi Sultanate. തൻ്റെ അധികാരത്തെ കൂടുതൽ ശക്തമാക്കുക എന്നുള്ള ഒരു താല്പര്യത്തോടു കൂടിയാണ് പിന്നീട് ബാൽബൻ പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതേ സമയത്ത് തന്നെയാണ് ബംഗാളിലെ ഗവർണറായിട്ടുള്ള തുഹാർ ഖാന് ബാൽബനോട് തന്നെ സഹായിക്കണം എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് ജങ്ക എന്ന് പറഞ്ഞ ഒറീസയുടെ ഭരണകൂടത്തോട് അദ്ദേഹം ഏറ്റുമുട്ടി പരാജയപ്പെടുന്ന ഒരവസ്ഥയിലാണ് ബാൽബൻ അദ്ദേഹം തന്റെ സഹായം തേടി വിളിക്കുന്നത്. ഇതിനങ്ങനെ തമൂർ ഖാനെ അയച്ചുകൊണ്ട് ബാൽബൻ ആ പ്രദേശം പിടിച്ചടക്കുകയും പിന്നീട് തമൂർ ഖാൻ തന്നെ അവിടെ ഭരണാധികാരിയായി ഗവർണറായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. തൽക്കാലത്തേക്ക് തുഹാർ ഖാന്റെ ഈ ഒരു നഷ്ടത്തിനുള്ള ഒരു കോമ്പൻസേഷൻ അഡ്ജസ്റ്റ്മെന്റ് നടത്തിക്കൊണ്ടാണ് ഈ ഒരു പ്രവൃത്തി അദ്ദേഹം ചെയ്യുന്നത്. വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം മരണപ്പെട്ടുകൊണ്ട് പിന്നീട് അവിടെ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങൾ തൽക്കാലത്തേക്ക് മാറ്റി നിർത്തുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്നാൽ 1257 കാലഘട്ടങ്ങളിൽ തുഹാർ ഖാന്റെ പിൻഗാമികൾ ശക്തമായിട്ടുള്ള വിപ്ലവം ഉണ്ടാക്കിക്കൊണ്ട് ബംഗാളിനെ പിടിച്ചടക്കുന്നതും അവിടെ ഒരു രാഷ്ട്രീയ അധികാരം സ്ഥാപിച്ചുകൊണ്ട് ഭരണം സ്ഥാപിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ ബാൽബന്റെ ഭരണ സംവിധാനത്തിലേക്കുള്ള അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സിംഹാസനത്തിലേക്കുള്ള ആ ഉയർപ്പ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. After the death of Nasruddin Mahmud in
1266 ബാൽബൻ ആക്സസ് ദ പവർ. അങ്ങനെ ബാൽബൻ 1266 അധികാരത്തിലേക്ക് ഉയർത്തപ്പെടുന്നു, അല്ലെങ്കിൽ അധികാരം ഏറ്റെടുക്കുന്നു. After his succession, he created a strong army, and also he restored the order of the Dog. Many military posts were set up at Bhojpur, Patiala, Kambe, Jalal. പ്രധാനപ്പെട്ട അതിർത്തി പ്രദേശങ്ങളിലൊക്കെ ശക്തമായിട്ടുള്ള സൈന്യത്തെയും അതേപോലെ തന്നെ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഥമ പരിഗണന എന്ന് പറയുന്നത്. 20 വർഷത്തോളം അദ്ദേഹത്തിന്റെ ഈ രാഷ്ട്രീയ പരിജ്ഞാനം കൃത്യമായിട്ട് തൻ്റെ സാമ്രാജ്യത്തെ അളക്കാനും ബോധ്യപ്പെടുത്താനും ഓരോ ഉദ്യോഗസ്ഥന്മാരെ മനസ്സിലാക്കാനും അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. ദ്യോബിലെയും അതേപോലെ തന്നെ ഭോജ്പൂരിലെയും പാത്യാലയിലെയും കാമ്പിലെയൊക്കെ പ്രധാനപ്പെട്ട ഈ പ്രദേശങ്ങളെ രാഷ്ട്രീയപരമായിട്ടുള്ള തന്ത്രത്തിലൂടെ അദ്ദേഹം നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ്. നാം പറഞ്ഞു, ബംഗാൾ ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് പ്രഖ്യാപിച്ച ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം അധികാരത്തിലേക്ക് വരുന്നത്. അത് യഥാർത്ഥത്തിൽ മംഗോളിയൻ ഇൻവേഷന്റെ ഒരു ഭീഷണി നേരിടുന്ന കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു രാഷ്ട്രീയ മറിമായം ബംഗാളിൽ സംഭവിക്കുന്നത്. ശക്തമായിട്ടുള്ള തൻ്റെ ജനറലായിട്ടുള്ള അൽജിനെയാണ് ഇതിന് വേണ്ടിയിട്ട് ബാൽബൻ നിയോഗിക്കുന്നത്. പിന്നീട് ആ സൈന്യം പരാജയപ്പെട്ടപ്പോൾ ആമിർ ഖാൻ എന്ന് പറയുന്ന മറ്റൊരു സൈനിക നേതാവിൻ്റെ കീഴിൽ സൈന്യത്തെ അയക്കുന്നു. എന്നാൽ ഈ സൈന്യം എല്ലാം പരാജയപ്പെടുകയാണ്. അവസാനം 1280 മാലിക് താർഗിയുടെ നേതൃത്വത്തിൽ ഒരു സൈന്യത്തെ അയക്കുന്നു. മൂന്നാമത്തെ ഒരു അറ്റംപ്റ്റ് ബംഗാൾ തൻ്റെ അധീനതയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്. പക്ഷേ വിച്ച് വാസ് ഓൾസോ അൺസക്സസ്ഫുൾ. അതും വേണ്ട രീതിയിൽ വിജയിച്ചില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഫൈനലി ബാൽബൻ വിത്ത് ഹിസ് സൺ ബുഖ്ര ഖാൻ അഡ്വാൻസ്ഡ് ഇൻ ടു ബംഗാൾ. തൻ്റെ പുത്രനെയും കൂട്ടിയിട്ട് പിന്നീട് നേരിട്ട് ബംഗാളിലേക്ക് സൈനിക മുന്നേറ്റം നടത്തുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദെൻ ഹി ഡിഫീറ്റഡ് ആൻഡ് കിൽഡ് തുഗ്രീൽ ഖാൻ. ബംഗാളിനെ സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിച്ചിരുന്ന അവിടുത്തെ ഭരണാധികാരി തുഗ്രീൽ ഖാനെ പരാജയപ്പെടുത്തിക്കൊണ്ട് വധിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. എന്നിട്ട് തൻ്റെ പുത്രനായിട്ടുള്ള ബുഖ്ര ഖാന്റെ കയ്യിലേക്ക് ബംഗാളിന്റെ ഗവർണർഷിപ്പ് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് 1339 അദ്ദേഹത്തെ ഈ അധികാരം നൽകിക്കൊണ്ട് തിരിച്ചു പോരുകയാണ് ബാൽബൻ എന്നുള്ളത്. 1339 വരേക്ക് പിന്നീട് ബംഗാളിന്റെ അധികാരം അദ്ദേഹത്തിന്റെ കയ്യിൽ സുരക്ഷിതമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇതേ സമയത്ത് ബംഗാളിലെ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ നാം പറഞ്ഞു, മംഗോളിയൻസ് ഇന്ത്യയിലേക്ക് കടന്നു വരാനുള്ള പരിശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മംഗോൾസ് റൈഡ് ബിക്കേം ഫ്രീക്വന്റ്. നിരന്തരമായിട്ട് ഇന്ത്യയിലേക്കുള്ള ആക്രമണങ്ങളെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് ആ സമയത്തുണ്ടായിരുന്നത്. ബാൽബൻ വളരെ കൃത്യമായിട്ട് അതിനെ ഡിഫെൻഡ് ചെയ്യാനുള്ള പരിശ്രമങ്ങളിലൂടെയായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് അതിർത്തി പ്രദേശങ്ങളിൽ കൃത്യമായിട്ടുള്ള ശക്തരായിട്ടുള്ള ഗവർണേഴ്സിന് അപ്പോയിന്റ് ചെയ്യപ്പെടുകയും വെസ്റ്റേൺ ഫ്രോണ്ടിയയിലെ അതിർത്തി പ്രദേശങ്ങളെ സുശക്തമായിട്ടുള്ള സൈന്യത്തിൻ്റെ കാവലോടുകൂടെ ഉയർത്തിക്കൊണ്ടുവരികയും അങ്ങനെ ഷെർഖാൻ എന്ന് പറയുന്ന വളരെ പ്രാപ്തനായിട്ടുള്ള സക്കാർ എന്ന് പറയുന്ന വളരെ പ്രാപ്തനായിട്ടുള്ള ഒരു ജനറലിന്റെ കീഴിൽ ഈ ഒരു അതിർത്തി പ്രദേശത്തെ നിയന്ത്രണം കൊടുക്കുന്നു. എന്നാൽ 1271 അദ്ദേഹം മരണപ്പെടുന്നതോടുകൂടെ തിരിച്ച് ഇതേ പ്രദേശങ്ങളിൽ വീണ്ടും പ്രയാസങ്ങൾ ഉണ്ടാവുകയും മംഗോളിയൻസിന് കടന്നു വരാനുള്ള ഒരു സാഹചര്യം രൂപപ്പെടുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ പ്രദേശങ്ങളിൽ സ്വാധീനം ഉണ്ടായിരുന്ന ഖൊഹാർസുകളുടെ ശക്തമായിട്ടുള്ള ഒരു പിന്തുണ മംഗോൾസിനുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ ഒരു ഘട്ടത്തിൽ തൻ്റെ മറ്റൊരു പുത്രനായിട്ടുള്ള മുഹമ്മദുമായി ഒരു സൈനിക മുന്നേറ്റമാണ് അല്ലെങ്കിൽ ഒരു സൈനിക നടപടിക്കാണ് ബാൽബൻ മുതിരുന്നത്. അങ്ങനെ ഈ വെസ്റ്റ് സദേൺ ഫ്രോണ്ടിയറിലെ പ്രധാനമായിട്ടുള്ള സൈനിക മുന്നേറ്റത്തിൽ 1279 മുതൽ 1285
ഘട്ടങ്ങളിലൊക്കെ മംഗോളിയൻ ഇൻവേഷനെ തടയിടാൻ ഇവർക്ക് സാധിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ 1286 വീണ്ടും മംഗോളിയൻസ് ഇന്ത്യയിലേക്ക് കടന്നു വരികയും ബാൽബന്റെ സൈന്യത്തിന്റെ നേതാവായിരുന്ന മുഹമ്മദിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് തന്റെ പുത്രനെ വധിക്കുകയും ചെയ്തു. ഈ സമയത്താണ് തന്റെ കൊട്ടാര കവിയായിരുന്ന അമൂർ ഖുസ്രുവിനെയൊക്കെ ബന്ധിസ്ഥനാക്കി മംഗോളിയൻസ് പിടിച്ച് കൊണ്ടുപോകുന്നതൊക്കെ. എന്നാൽ പിന്നീട് തന്റെ മകനെ നഷ്ടപ്പെട്ട ആ ഒരു വേദനക്കകത്ത് നിന്നുകൊണ്ട് തന്നെ ബാൽബൻ ശക്തമായിട്ട് ലാഹോർ അടക്കമുള്ള പ്രദേശങ്ങൾ പിടിച്ച് വെക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ തിരിച്ചു പിടിക്കുന്നുണ്ടെങ്കിൽ പോലും ലാഹോറിനപ്പുറത്തേക്ക് പിന്നീട് തന്റെ അധികാരത്തെ കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഈ രീതിയിലുള്ള ഒരു സൈനികപരമായിട്ടുള്ള സുശക്തമായിട്ടുള്ള ഒരു ഭരണകൂടമാണ് ബാൽബന്റെ അണ്ടറിൽ ഡൽഹിയിൽ രൂപപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഡൽഹി ഭരണകൂടത്തെ പലപ്പോഴും ബാൽബനെ പറയുമ്പോൾ ഹി വാസ് ദ കൺസോൾട്ടേറ്റർ ഓഫ് ദി സുൽത്താനേറ്റ് ഓഫ് ഡൽഹി എന്നുള്ളതാണ് ചരിത്രം വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട ചില രാഷ്ട്രീയ മാറ്റങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും വലിയ നിലപാടായിരുന്നു അദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്ന ഡെസ്ട്രക്ഷൻ ഓഫ് ദി 40 എന്ന് പറയുന്ന സംവിധാനം. ചഹൽഖാൻ എന്ന് പറയുന്ന ഇൽതുത്മിഷ് തുടക്കം കുറിച്ചിട്ടുള്ള ചഹൽഖാനി ഈ ഒരു 40 നോബിൾസിന്റെ ഈ സംവിധാനത്തെ അദ്ദേഹം തകർത്തെറിയുന്നതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ബിക്കോസ് ബാൽബൻ വാസ് റെസ്പോൺസിബിൾ ഫോർ ദി ഡെസ്ട്രക്ഷൻ ഓഫ് ദി 40 എന്ന് പറയുന്ന ഈ 40 നോബിൾസിന്റെ ഈ ഒരു സഭയെ അദ്ദേഹം തകർത്തെറിയുന്നതിന്റെ ഉത്തരവാദി അദ്ദേഹമാണ്. ആൻഡ് ഓൾസോ ഹി പ്രൊമോട്ടഡ് ദി ജൂനിയർ ടർക്സ് ഇൻ ടു ദി ഇമ്പോർട്ടൻറ്റ് പൊസിഷൻ. അതിന് ബദലായിക്കൊണ്ട് ഈ തലമുതിർന്ന രാഷ്ട്രീയ നേതാക്കന്മാരെ അകറ്റി നിർത്തിക്കൊണ്ട് യുവാക്കളെ അധികാരത്തിലേക്ക് കൊണ്ടുവന്ന് സ്വാധീനം കുറക്കുന്ന ഒരു സംഗതിയാണ് അദ്ദേഹം പിന്തുടർന്നത്. മാത്രമല്ല, whenever any member the 40 made any mistake, he was severely punished. നിലവിലെ 40 മെമ്പേഴ്സിൽ അദ്ദേഹത്തോട് കൂടെ പ്രവർത്തിക്കുന്ന ആളുകൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവരെ ശക്തമായിട്ടുള്ള പീഡനമുറകളിലൂടെ പണിഷ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ അവരുടെ ആ ഒരു ധൈര്യത്തെ തന്നെ ചോർത്തിക്കളയുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അതിനൊരുപാട് ഉദാഹരണങ്ങളുണ്ട്. മാലിക് ബാക്ബാൽ ബദാമുല്ല ഗവർണർ അദ്ദേഹത്തിന്റെ സെർവന്റിന്റെ മരണത്തിന് കാരണമായിട്ടുള്ള, അല്ലെങ്കിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടുമ്പോൾ അദ്ദേഹം മരണപ്പെട്ടതിന്റെ കാരണമായിട്ട് ഈ പബ്ലിക്ലി ഫ്ലോഗ്ഡ്, അദ്ദേഹത്തെ പൊതുജനത്തിന് മുമ്പിലിട്ടുകൊണ്ടാണ് ബാൽബൻ ശിക്ഷിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഹൈബ ഖാൻ എന്ന് പറയുന്ന ഔദിലെ ഗവർണർ ഇതുപോലെ ചില ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ടൊരു പ്രതിസന്ധിയിൽ അകപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ ശിക്ഷിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഷഹാനെ പോലുള്ള ശക്തനായിട്ടുള്ള തന്റെ അതിർത്തി പ്രദേശം സംരക്ഷിക്കാൻ വേണ്ടി ബാൽബൻ തന്നെ കൊണ്ടുവന്നിട്ടുള്ള ഒരു സൈനിക നേതാവ് പിന്നീട് ഖുഹാർസിന്റെ ഇടയിലൊക്കെ സ്വാധീനം ചെലുത്തിക്കൊണ്ട് തനിക്ക് ഭീഷണിയാവുമെന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിനെ പോയിസൺ ചെയ്തുകൊണ്ട് വധിക്കുന്നതും നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ നിലവിൽ നിൽക്കുന്ന ഈ ഒരു പൊസിഷനിലുള്ള ശക്തരെയെല്ലാം ഒതുക്കിക്കൊണ്ട് തന്റെ ഭരണത്തിൽ കൃത്യമായിട്ടുള്ള ഒരു സന്ദേശം കൊടുക്കാൻ ബാൽബന് സാധിക്കുന്നതോടുകൂടെ 40യുടെ ആ ഒരു ശക്തി നഷ്ടപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റൊന്നായിരുന്നു അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തിന് കീഴിലുള്ള സ്പൈ സിസ്റ്റം. എസ്പാനിയോസ് രഹസ്യ അന്വേഷണ വിഭാഗം കൃത്യമായിട്ട് അവരുടെ ജോലി നിർവഹിച്ചിരുന്നു എന്നുള്ളതായിരുന്നു. ബാൽബൻ ഓർഗനൈസ്ഡ് എ വെരി എഫിഷ്യന്റ് സിസ്റ്റം ഓഫ് എസ്പെനേജ്. വളരെ കൃത്യമായിട്ടുള്ള ഒരു രഹസ്യ അന്വേഷണ വിഭാഗത്തെ അദ്ദേഹം തന്റെ സാമ്രാജ്യത്തിൽ വികസിപ്പിച്ചെടുത്ത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. സീക്രട്ട് ന്യൂസ് റൈറ്റേഴ്സ് were stationed or appointed in every provinces and also in every departments. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും എല്ലാ ഭരണപ്രദേശങ്ങളിലും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലുമൊക്കെ ഈ ഒരു രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ പ്രവർത്തനങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. They kept independence of governor and the commander of the army. അവർക്ക് ഗവർണറോടോ സൈനിക നേതൃത്വത്തോടോ ഒരു തരത്തിലുള്ള കമ്മിറ്റ്മെന്റും ഉണ്ടായിരുന്നില്ല.
ബാൽബനും ബാൽബന്റെ കൊട്ടാര മന്ത്രിമാരുടെയും തീരുമാനത്തിനനുസരിച്ചുകൊണ്ട് പ്രവർത്തിച്ചിരുന്ന ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഒരു വിവരശേഖരണം, തനിക്കെതിരെയുള്ള ഏത് തരത്തിലുള്ള ആരോപണങ്ങളെയും അല്ലെങ്കിൽ ഗൂഢാലോചനയെയും കണ്ടെത്തുകയും അതിനു വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള ആക്ഷൻ എടുക്കാനും ബാൽബിന് സാധിച്ചിരുന്നു എന്നുള്ളതാണ്. ഈവൻ ബാൽബന്റെ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റും, നോബിൾസ് പരസ്പരം തങ്ങളുടെ കുടുംബാംഗങ്ങളെ വിവാഹം ചെയ്തു കൊടുക്കുന്നതിന് അദ്ദേഹം വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ശക്തമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ആഘോഷങ്ങൾ അവർ ഉണ്ടാക്കിക്കൊണ്ട് നോബിൾസ് പരസ്പരം കണ്ടുമുട്ടുന്ന തരത്തിലുള്ള ഒരു ആഘോഷ പരിപാടിയെയും അദ്ദേഹം പ്രൊമോട്ട് ചെയ്തിരുന്നില്ല. ഈ രീതിയിൽ കൃത്യമായ ഇടപെടൽ ഉണ്ടായിക്കൊണ്ട് ഈ സ്പൈ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് അവരെ തകർത്തെറിയുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ബാൽബനായി എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. മാത്രമല്ല, ഈ സ്പൈ സിസ്റ്റത്തിൽ എന്തെങ്കിലും ഒരു തകരാറ് കഴിഞ്ഞാൽ ദീസ് മിസ്റ്റേക്കൺ മെൻ വേർ സിവിയർലി പനിഷ്ഡ്. ശക്തമായിട്ടുള്ള ശിക്ഷാവിധികളായിരുന്നു അദ്ദേഹം നടപ്പിലാക്കിയിരുന്നത്. ഈ രീതിയിലുള്ള ഒരു കൃത്യമായിട്ടുള്ള അയൺ ആൻഡ് ബ്ലഡ് പോളിസി എന്നാണ് ശരിക്കും ബാൽബന്റെ ഒരു തിയറിയെ തന്നെ പറയുന്നത്. തനിക്കെതിരെ നിൽക്കുന്ന ആരെയും ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ആ ഒരു നയമായിരുന്നു അദ്ദേഹത്തിന്റെ അടുത്ത് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഇനി അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള മറ്റൊന്നായിരുന്നു, താൻ ഭരണാധികാരിയാണ്, രാജാവാണ് എന്നുള്ള കിൻഷിപ്പ് പോളിസി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അദ്ദേഹം he himself claimed that the descendants of Persian ruler അഫ്രാസിയാബ്, പേർഷ്യക്കാരുടെ ഒരു സാങ്കല്പിക കഥാപാത്രമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഭരണാധികാരി അഫ്രാസിയാബിന്റെ പിന്തുടർച്ചയാണ് തനിക്കുള്ളത്. ഒരു മിത്തിക്കൽ ക്യാരക്ടറാണത്. പക്ഷെ പേർഷ്യക്കാർക്കിടയിൽ വലിയ ബഹുമാനം കിട്ടുന്ന ഒരു മിത്തിക്കൽ ക്യാരക്ടറായിട്ടുള്ള അഫ്രിയാബിനെ തൻ്റെ മുൻഗാമി അല്ലെങ്കിൽ തൻ്റെ പൂർവികനായിട്ട് ചിത്രീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം അധികാരത്തിലേക്ക് വരുന്നത്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ he took the title of Zilli Ilah or the shadow of the god. താൻ ദൈവത്തിന്റെ ഒരു നിഴലാണ്, പ്രതിനിധിയാണ്, ദൈവികപരമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമാണ് തൻ്റെ സുൽത്താനേറ്റ് പദവി എന്നുള്ള ഒരു സ്പിരിച്വൽ ലീഡർഷിപ്പിലേക്ക് അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റിലേക്ക് അദ്ദേഹം ഈ ഭരണ സംവിധാനത്തെ ഉയർത്തുന്നത് നമുക്ക് കാണാവുന്നതാണ്. അതേപോലെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ബാഗ്ദാദിലെ ഖലീഫയുടെ ശക്തിയില്ലാത്ത, പ്രത്യേകിച്ച് അത് തകർന്ന് പോയ ഒരു സംവിധാനമാണെങ്കിൽ പോലും ബാഗ്ദാദിലെ ഖലീഫ, അബ്ബാസിയ ഖലീഫയുടെ പേരിലാണ് അദ്ദേഹം കോയിൻ ഇറക്കിയിരുന്നത്. അപ്പോൾ മതപരമായിട്ടുള്ളൊരു പശ്ചാത്തലത്തിലേക്ക് തൻ്റെ ഭരണ സംവിധാനത്തെ, തൻ്റെ കിൻഷിപ്പിനെ കൊണ്ടുപോകുന്നതിനുള്ള കൃത്യമായിട്ടുള്ള ഒരു നടപടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അങ്ങനെയാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ ഈ ഒരു ഭരണ സംവിധാനത്തെ തുർക്കികളുടെ സപ്പോർട്ടിനെ നേടിയെടുക്കുന്നതും അതിലൂടെ തൻ്റെ അധികാരത്തെ സ്ഥാപിക്കുന്നതും എന്ന് നമുക്ക് കാണാൻ പറ്റും. അഫ്രിയാബിന്റെ പിന്തുടർച്ചക്കാരനാണ് എന്ന് മാത്രമല്ല, പലപ്പോഴും അദ്ദേഹം ഈ ഓൾവേസ് കെപ്റ്റ് അലോവ് ഫ്രം ദി പീപ്പിൾ, ജനങ്ങൾക്കിടയിൽ ഇറങ്ങാണ്ട് ഭരണാധികാരിക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള തലത്തിൽ നിന്നുകൊണ്ട് മാത്രം. ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന അദ്ദേഹത്തെ ദർബാറിൽ ഒരിക്കലും അദ്ദേഹത്തിന്റെ പരിപൂർണമായിട്ടുള്ള വേഷങ്ങളിലൂടെ അല്ലാണ്ട് കണ്ടിട്ടില്ല എന്നുള്ളത്. അപ്പൊ ജനങ്ങൾക്ക്, ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ കൃത്യമായിട്ട് തൻ്റെ രാഷ്ട്രീയ സംവിധാനത്തിന്റെ പ്രാപ്തി കാണിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു ബാൽബൻ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഇതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് കിൻഷിപ്പിനെ അംഗീകരിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത രണ്ട് പ്രധാനപ്പെട്ട സിസ്റ്റങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ കോർട്ടിനകത്ത്. ഒന്ന് നമുക്ക് ഈ ഇൻട്രൊഡ്യൂസ് ദി സിജിത സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഭരണാധികാരിയെ കാണുമ്പോൾ അദ്ദേഹത്തിനോടുള്ള വിനയം, അദ്ദേഹത്തോടുള്ള ബഹുമാനം കാണിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് മുമ്പിൽ പ്രോസ്ട്രേറ്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു. ഈ പ്രോസ്ട്രേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മുന്നിൽ സാഷ്ടാംഗം നമിച്ചുകൊണ്ടായിരിക്കണം തൻ്റെ ദർബാറിലെ ഏതൊരു ഉദ്യോഗസ്ഥനും താൻ വരുമ്പോൾ ഉണ്ടാവേണ്ടത് എന്നുള്ളതായിരുന്നു ഈ ഒരു സിസ്റ്റപ്രകാരം അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. തികച്ചും ഇസ്ലാമിക കൺസെപ്റ്റിന് വിരുദ്ധമായിട്ടുള്ള ഒരു സംഗതിയായിരുന്നു എന്ന് നമുക്കിത് മനസ്സിലാക്കാവുന്നതാണ്. മറ്റൊന്നായിരുന്നു പെബോസ് എന്ന് പറയുന്ന മറ്റൊരു സിസ്റ്റം. പെബോസ് എന്ന് പറയുന്നത് ഭരണാധികാരിയുടെ കിസ് ദ ഫുട്ട് ഓഫ് ദ കിങ്, കിങ്ങിന്റെ കാൽപാദങ്ങളെ ചുംബിക്കുക, അദ്ദേഹത്തിന്റെ ബഹുമാനം കാണിക്കുന്നതിന് വേണ്ടിയിട്ട് എന്നുള്ള ഒരു കൺസെപ്റ്റായിരുന്നു മറ്റൊന്ന് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ നോബിൾസിന്റെ മുന്നിൽ തൻ്റെ സുപ്രീമസിയെ
അംഗീകരിച്ചെടുക്കാൻ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള പല രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനങ്ങളായിരുന്നു ഇതെല്ലാം എന്നുള്ളതാണ്. അപ്പോൾ തികച്ചും ഒരു സ്പിരിച്വൽ കൺസെപ്റ്റിലേക്ക് ഭരണാധികാരിയെ ഉയർത്തിക്കൊണ്ടുവരുന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭരണത്തെ ചോദ്യം ചെയ്യപ്പെടാത്ത രീതിയിലുള്ള ഒരു രാഷ്ട്രീയ സംവിധാനമാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു കിങ്ഷിപ്പ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ ഈ ഇൻട്രൊഡ്യൂസ്ഡ് ദി സിസ്റ്റം ഓഫ് നോറോസ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. പേർഷ്യക്കാരുടെ സപ്പോർട്ട് അദ്ദേഹത്തിന് പരിപൂർണമായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് പേർഷ്യൻ കലണ്ടർ പ്രകാരമുള്ള ന്യൂ ഇയറിന്റെ പുതുവർഷ ആഘോഷമായിട്ടുള്ള നവറോസിന് അദ്ദേഹം വലിയ രീതിയിൽ ആഘോഷിച്ചിരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളത്. അതും ഈ പറഞ്ഞ പോലെ തന്നെ പേർഷ്യൻ സംസ്കാരത്തോടൊപ്പം നിന്നുകൊണ്ട് നോബൽസിന്റെയും ജനങ്ങളുടെയും ഒരു താല്പര്യം പിടിച്ചു പറ്റുക എന്നുള്ള ഒരു രീതിയിലേക്ക് ഒരു വാർഷികാഘോഷങ്ങൾ, ന്യൂ ഇയർ ആഘോഷങ്ങളൊക്കെ കൊണ്ടുവന്നു എന്ന് നമുക്ക് കാണാവുന്നതാണ്. ഒരുപാട് പേർഷ്യൻ ആചാരങ്ങളെ അല്ലെങ്കിൽ പേർഷ്യൻ സംസ്കാരത്തെ തൻ്റെ ഭരണ സംവിധാനത്തോട് കൂടെ കൊണ്ടുവന്നതിൽ ബാൽബന് വലിയ പങ്കുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇതാണ് നമുക്ക് വളരെ പ്രധാനമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയിൽ പറയാനുള്ളത്. അതോടൊപ്പം തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് തൻ്റെ മകൻ മുഹമ്മദ് മഗോൾസിന്റെ കയ്യിൽ നിന്ന് പരാജയം ഏറ്റുവാങ്ങി വധിക്കപ്പെടുന്നതോടുകൂടെ പിന്നീട് യഥാർത്ഥത്തിൽ ബാൽബൻ തളർന്നു പോകുന്നു 1286. അദ്ദേഹത്തിന്റെ ശക്തി തന്നെ പുത്രന്മാരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതേ ഭാഗമായിട്ട് നമുക്ക് കാണാൻ പറ്റും അദ്ദേഹത്തിന് മറ്റൊരു പുത്രനായിട്ടുള്ള ബുഖാറാ ഖാനെ ബംഗാളിന്റെ അധികാരം ഏൽപ്പിച്ചുകൊണ്ട് മുഹമ്മദ് മരണപ്പെട്ടപ്പോൾ ബുഖാറാ ഖാനെ അദ്ദേഹം ഡൽഹിയിലേക്ക് തിരിച്ചു വിളിക്കുന്നു. കുറച്ചു കാലം പിതാവിന്റെ കൂടെ നിന്നുകൊണ്ട് വളരെ സ്ട്രാറ്റജിക്കലി അദ്ദേഹം അവിടുന്ന് സ്ലിപ്പ് ഔട്ട് ടു ബംഗാളിലേക്ക് തന്നെ രക്ഷപ്പെട്ട് അല്ലെങ്കിൽ അവിടുത്തെ ഭരണ സംവിധാനങ്ങളിലേക്ക് തന്നെ തിരിച്ചു പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഈ രീതിയിലുള്ള ഒരു തരം ഏകാന്ത ഫീലിംഗ് അദ്ദേഹത്തിന് ഉണ്ടാകുന്നു. അതോടുകൂടെ അദ്ദേഹം തൻ്റെ പുത്രനായിട്ടുള്ള മുഹമ്മദിന്റെ മകനായിട്ടുള്ള ഖായ് ഖുസ്രുവിനെ ഭരണം ഏൽപ്പിച്ചുകൊണ്ട്, ഈ പേര് തന്നെ ഒരു പ്രത്യേകതയുണ്ട്, അദ്ദേഹം ഈ പേർഷ്യൻ നാമങ്ങളാണ് തൻ്റെ പിൻഗാമികൾക്ക് നൽകിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു പേർഷ്യൻ കൾച്ചറിനെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ഭരണ സംവിധാനം ഡൽഹിയിലേക്ക് ആദ്യമായിട്ട് പരിപൂർണമായിട്ട് അതിൻ്റെ ഒരു അതോറിറ്റി ആയിട്ട് കൊണ്ടുവരുന്നത് ബാൽബന്റെ കാലഘട്ടത്തിലാണ് എന്ന് നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെ 1256 ബാൽബൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയാധികാരം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ആ രീതിയിൽ ഇല്ലാതെ പോകുന്ന അദ്ദേഹം മരണപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു എന്നുള്ളതാണ്. ബാൽബനെ പറ്റി പറയുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനമായിട്ടുള്ള പല കോൺട്രിബ്യൂഷൻസുകളും മറ്റു തരത്തിൽ നമുക്ക് വായിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ് ബാൽബൻ വാസ് എ ഗ്രേറ്റ് പാറ്റേൺ ഓഫ് ലേണിംഗ്. അക്ഷരങ്ങളെ പ്രണയിച്ച, അക്ഷരങ്ങളെ പ്രോത്സാഹിപ്പിച്ച, എഴുത്തുകാരെ പ്രോത്സാഹിപ്പിച്ച, സാഹിത്യകാരന്മാർക്ക് ഇത്രത്തോളം വലിയ പ്രചോദനം നൽകിയ ഒരു ഭരണാധികാരി. കാരണം നമ്മൾ പറഞ്ഞതാണ് ഇൽതുത്മിഷിന്റെ കാലഘട്ടത്തിൽ ഡൽഹി എങ്ങനെയാണ് ഉയർന്നു വന്നത്, അതിന്റെ പിന്തുടർച്ചയിലേക്ക് അതിനെ കൊണ്ടുവരാൻ പ്രാപ്തനായ ഒരു ഭരണാധികാരി പിന്നീട് ബാൽബനാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. അമീർ ഖുസ്രുവിനെ പോലെ ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു കവി അല്ലെങ്കിൽ ഏറ്റവും ബഹുമാന്യനായിട്ടുള്ള ഒരു കവി പണ്ഡിതൻ ഖുസ്രു ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഫ്ലറിഷ് ചെയ്യപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അമീർ ഹസനെ പോലുള്ള ശക്തരായിട്ടുള്ള പണ്ഡിതന്മാരും കവികളുമൊക്കെ പട്ടനം ചെയ്യപ്പെടുന്നത് മുഹമ്മദ് എന്ന് പറയുന്ന ബാൽബന്റെ പുത്രനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ആ രീതിയിലുള്ള ഒരു ഭാഗത്ത് അദ്ദേഹത്തിന്റെ ബ്ലഡ് ആൻഡ് അയൺ പോളിസി എന്ന് ഗവർണൻസിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ പോലും അതോടൊപ്പം തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന അദ്ദേഹത്തിന്റെ ഈ ഒരു കാലഘട്ടത്തിൽ ഡൽഹിയെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ഒരു പണ്ഡിത മുന്നേറ്റവും വൈജ്ഞാനിക മുന്നേറ്റവും സാംസ്കാരിക മുന്നേറ്റവും നടക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഹി എസ്റ്റാബ്ലിഷ്ഡ് എ സെപ്പറേറ്റ് മിലിറ്ററി ഡിപ്പാർട്ട്മെന്റ്. ദിവാനി ആരിസ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റ് അദ്ദേഹം കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഏകദേശം 21 വർഷത്തെ ഭരണ കാലഘട്ടമാണ് നമുക്ക് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ കാണാൻ പറ്റുന്നത്. ആ ഭരണകാലഘട്ടം വളരെ കൃത്യമായിട്ട് ഡൽഹിയുടെ രാഷ്ട്രീയ അധികാരത്തിൽ സുൽത്താനറ്റ് പീരീഡിനെ കൊണ്ടുവരുന്നതിനും പ്രാപ്തമാക്കുന്നതിനും അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. ഇതാണ് നമുക്ക് ബാൽബന്റെ ഒരു കാലഘട്ടം എന്ന് മനസ്സിലാക്കാവുന്നത്. ദെൻ ദി എൻഡ് ഓഫ് ദി സ്ലേവ് ഡൈനാസ്റ്റി.
ബാൽബന്റെ പിൻഗാമികളെ വേണ്ട രീതിയിൽ ശക്തി പ്രാപിച്ച ആളുകളായിരുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് നാം പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിന്റെ പിൻഗാമിയായിട്ട് കൈക്കുബാന്ദ് അധികാരത്തിലേക്ക് വരുന്നു. എന്നാൽ അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ ആ അധികാരം ശക്തിയിൽ നിന്ന് 17 വയസ്സുള്ള ആ ഒരു അത്ര പ്രാപ്തിയുള്ള ഒരു ഭരണാധികാരിയല്ല എന്ന് നമുക്ക് കാണാൻ പറ്റുന്നു. അങ്ങനെ ഹി വാസ് കിൽഡ് ബൈ ദി ജലാലുദ്ദീൻ ഫിറോസ ഖിൽജി ആക്ക മാലിക് ഫിറോസ്. അങ്ങനെ ജലാലുദ്ദീൻ ഖിൽജിയുടെ ആക്രമണത്തിൽ തൻ്റെ സാമ്രാജ്യം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. Thus the slave dynasty was put to an end and Delhi slipped in the hands of Khilji dynasty. അങ്ങനെ ശക്തരായിട്ടുള്ള ഭരണാധികാരികളുടെ കരങ്ങളിലൂടെ ഡൽഹിയിലെ സിംഹാസനത്തിലേക്ക് ഇസ്ലാമിക ഭരണകൂടത്തെ അല്ലെങ്കിൽ മുസ്ലിം ഭരണകൂടത്തെ ഉയർത്തിക്കൊണ്ടുവന്ന സ്ലേവ് ഡൈനാസ്റ്റി ഏകദേശം അവരുടെ ഭരണകാലഘട്ടത്തിലെ ഈ ഒരു പ്രധാന സംഭാവനകളെ ചരിത്രത്തിന്റെ ഭാഗമാക്കിക്കൊണ്ട് അവസാനിക്കുന്നു എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ഖിൽജി ഭരണകൂടത്തെയാണ് ഡൽഹി സുൽത്താനേറ്റിൽ മനസ്സിലാക്കാനുള്ളത്. തുടർ ലെക്ചറുകളിൽ നമുക്ക് ആ ഭാഗങ്ങൾ കൃത്യമായി മനസ്സിലാക്കാം എന്ന് വിശ്വസിക്കുന്നു. വാഹിദ് ദഅ്വാനാ അൽഹംദുലില്ലാഹി ബിൽ ആലമീൻ ആമീൻ ആമീൻ റഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇത്രയും നേരം എന്നെ കേട്ടതിനുള്ള നന്ദി അറിയിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.